ദേശീയ പൗരത്വ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുൻപ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും. അന്ന് വലിയ കോലാഹലങ്ങൾ, വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷം അത് പിന്നീട് നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഇപ്പോൾ വരികയാണ്. ദേശീയ പൗരത്വ നിയമം 7 ദിവസത്തിനകം രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ പറയുന്നത്. പശ്ചിമബംഗാളിൽ BJPയുടെ റാലിക്കിടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഈ CAA-യുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം അത് ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യമാണോ? രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ദേശീയ പൗരത്വ രജിസ്റ്ററും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ച ദേശീയ പൗരത്വ നിയമവും. എന്തായാലും ഈ നിയമം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു വിഭാഗം ജനതയെ മാത്രം രാജ്യത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു നിർത്തുന്ന നിലയിലാണ് അത് ഫ്രെയിംവർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളെല്ലാം രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ ഏറെ നാൾ ഈ വിഷയത്തിൽ പ്രതികരണമില്ലാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രിയായ ശന്തനു ഠാക്കൂറാണ് പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാനസിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ അല്ലെങ്കിൽ BJPയുടെ യോഗത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. 7 ദിവസത്തിനകം രാജ്യത്ത് ദേശീയ പൗരത്വ നിയമം നടപ്പാക്കും. പശ്ചിമ ബംഗാളിൽ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ നിയമം നടപ്പാക്കുമെന്നായിരുന്നു ശന്തനു ഠാക്കൂറിന്റെ പ്രഖ്യാപനം. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തലത്തിലുള്ള ഒരു ഏകോപന യോഗം നടക്കുന്നുണ്ട്. അതായത് ബൂത്ത് തലങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP യോഗം നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു യോഗമാണ് ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനസിൽ വെച്ച് നടന്നത്. ആ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ശന്തനു ഠാക്കൂർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്.